വിസോ ERP സോഫ്റ്റ്വെയറിനകത്ത് ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രാൻഡ് മേക്ക് വേരിയൻ്റ് അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ കളർ ഏതാണ്, അതുപോലെ തന്നെ അതിൻ്റെ മോഡൽ ഏതാണോ, ക്യാമറ ഏത് മോഡലിൽ വന്നിട്ടുള്ളതാണ് അത് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇയർ എത്രയാണ് വരുന്നത്, ഏതിനൊക്കെയാണ് ഷൂട്ട് ആകുന്നത് അത് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ബ്രാൻഡ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇത്രയും കൊടുത്ത് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് ബില്ലിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. നോർമലായിട്ട് നമുക്ക് ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരണമെങ്കിൽ എയർ ഫിൽറ്റർ സെർച്ച് ചെയ്യണമെങ്കിൽ എയർ ഫിൽറ്റർ, അല്ലെങ്കിൽ എന്താണ് സെർച്ച് ചെയ്യുന്നത് ആക്സിൽ, ആ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പേര് വെച്ചാണ് സെർച്ച് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫിൽറ്റർഡ് ബൈ എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇൻ കേസ് നമുക്ക് വേണ്ടത് ഇവിടെ ബാർകോഡ് വരുന്നുണ്ട്, കളർ വരുന്നുണ്ട്, സ്റ്റോക്ക്, മോഡൽ, ബ്രാൻഡ്, കാറ്റഗറി എല്ലാ ബേസിലും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു മോഡൽ വെച്ചിട്ട് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൽസിൻ്റെ സാധനമാണ് വേണ്ടതെങ്കിൽ LC അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു LC മോഡൽ വരുന്നിട്ടുള്ള കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നിന്ന് ബെൽറ്റ്, ടൊയോട്ടോ, LC ആണെങ്കിൽ അത് എനിക്ക് ചൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, എൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. പിന്നെ നെക്സ്റ്റ് ഇതേപോലെ തന്നെ മോഡൽ, അതുപോലെ തന്നെ ഇയർ, വേരിയൻ്റ് എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു വേരിയൻറ്റിലാണ് തപ്പുന്നതെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മോഡല്, ബ്രാൻഡ്, ഇതിനകത്ത് ബ്രാൻഡിനകത്ത് ഞാൻ ടൊയോട്ടോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടൊയോട്ടോൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രാഡോ, എന്തൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്.